ഫിഷർ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടുവരുന്നത് പ്രസവിച്ച ഉടനെയുള്ള സ്ത്രീകൾക്കാണ്. നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പ്രസവിച്ച് കഴിഞ്ഞാൽ വയറുവെക്കും, ഇതുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്. പിന്നെ വേറൊരു കാരണം, അവർക്ക് ചില ലേഹ്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഈ ലേഹ്യങ്ങൾ കഴിക്കുമ്പോഴും ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അതും ഒരു ഈ ഫിഷർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം. ചിലപ്പോൾ ബ്ലീഡിങ് ഒരു ദിവസം മാത്രമായിരിക്കും, ചിലപ്പോൾ പിന്നെ കുറച്ച് കാലം ചിലപ്പോൾ ഒരു 2-3 months ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യും, ആ ഒരു ദിവസത്തെ ബ്ലീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നേരത്തെ വന്ന് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെഡിസിനിൽ നമുക്ക്, കാരണം എല്ലാവരും നമ്മൾ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ വന്നിട്ട് പറയും എന്താ അസുഖം എന്ന് ചോദിച്ചാൽ പൈൽസ് എന്നാണ് പറയുക. പക്ഷെ പൈൽസ് കൊണ്ട് മാത്രമല്ല ബ്ലീഡിങ്, ചിലപ്പോൾ ക്യാൻസർ കൊണ്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം. പൈൽസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും. മതിലും പോസ്റ്റും ഒക്കെ കാണാറുണ്ട്, പൈൽസ്, ഫിസ്റ്റുല, ഹെമറോയിഡ്സ്, ഇതിനൊക്കെയുള്ള ചികിത്സകൾ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ അസുഖങ്ങളാണോ, അതെങ്ങനെയാണ് അത് വ്യത്യസ്തമാവുന്നത് ഓരോ അസുഖങ്ങളും? പ്രധാനമായും നമ്മുടെ മലദ്വാരത്തെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് അർഷസ്, ഹെമറോയിഡ് അല്ലെങ്കിൽ അർഷസ് എന്നുള്ള അസുഖം. പിന്നെ അവിടെ തന്നെ വരാവുന്ന മറ്റു 2 അസുഖങ്ങളാണ് ഫിഷർ, ഏനൽ ഫിഷർ, അതായത് മലദ്വാരം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ പിന്നെ മലദ്വാരത്തിൻ്റെ ഒരു കണക്ഷൻ പുറത്തേക്കായിട്ടുള്ള ഒരു ട്യൂബായിട്ടുള്ള കണക്ഷനുള്ള ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്നുള്ളത്. അപ്പോൾ ഈ 3 തരം പ്രധാന അസുഖങ്ങളാണ് ഈ മലാശയത്തിനും മലദ്വാരമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ. അതിന് സർജറിയിൽ കൂടി തന്നെയാണ് ഫലപ്രദമായ ചികിത്സ ഉള്ളത്. ഇതിന് വരാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫിഷർ എന്ന് പറയുന്ന അസുഖം, അതുപോലെ ഹെമറോയിഡ് എന്ന് പറയുന്ന അസുഖങ്ങളും വരുന്നത്. ഏറ്റവും പ്രധാനമായത് മലബന്ധമാണ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വരാനുള്ള കാരണം നമ്മുടെ ഡയറ്റ് ഉള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഫൈബർ ഇപ്പോഴുള്ള ആൾക്കാരിൽ നമ്മുടെ ഫൈബർ ഡയറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ മീറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ്, ചിക്കൻ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഫിഷറും ഹെമറോയിഡും. വെജിറ്റബിൾസ് വളരെ കുറവ് കഴിക്കുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഫൈബർ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് വെജിറ്റബിൾസിലാണ് നമുക്ക് ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫാസ്റ്റ് ഫുഡിലെ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3, ഇപ്പോൾ ഹെമറോയിഡ്, ഫിഷർ, ഫിസ്റ്റുല, പൈൽസ്, 4 രോഗങ്ങൾ. അപ്പോൾ ഇതിന് ഹെമറോയിഡും പൈൽസും ഒന്നാണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഈ കാരണം ഈ പറഞ്ഞ പോലെ മലബന്ധം എന്ന് പറഞ്ഞതുപോലെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയായിരിക്കുമോ കാണുന്നുണ്ടാവുക, അതോ ഓരോ അസുഖത്തിനും വേറെ വേറെ കാരണങ്ങൾ, കോസസ് ഡിഫറെൻ്റ് ആയിരിക്കും? 3 അസുഖത്തിനും കോസസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഹെമറോയിഡ്സ് അല്ലെങ്കിൽ നമ്മൾ മൂലക്കുരു എന്ന് പറയും, അതാണ് ഹെമറോയിഡ്സ്. പൈൽസ് കോമൺ മാൻ പൈൽസ് എന്ന് പറയും. അപ്പോൾ പൈൽസ് വരാൻ യൂഷ്വലി റിക്കറൻ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആൾക്കാർ, ടോയ്ലറ്റിൽ കുറേ നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് പൈൽസ് വരാനുള്ള സാധ്യതകൾ ജനറലി അധികം ഉള്ളത്. യൂഷ്വലി അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ബ്ലീഡിംഗ് ആണ്. അപ്പോൾ പൈൽസിൽ ബ്ലീഡിങ്ങിന് യൂഷ്വലി പെയിൻ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലവർ ബ്ലീഡിങ് കുറേ കാലം വരെ ശ്രദ്ധിക്കുക പോലും ഇല്ല, കാരണം ആരും അങ്ങനെ വേദന ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതാണ് യൂഷ്വലി പൈൽസിലെ യൂഷ്വൽ കംപ്ലൈൻറ്റ് ബ്ലീഡിംഗ് ആണ്, മിക്കപ്പോഴും ബ്ലീഡിംഗ് ആണ്. ചിലപ്പോൾ ബ്ലീഡിങ് കഴിഞ്ഞ് 2nd സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും മലദ്വാരത്തിൻ്റെ അവിടെ ചില തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ പൈൽസ് പുറത്തോട്ട് തള്ളി വരുന്നതാണ്. സെയിം ടൈം ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അവിടെ ഒരു മുറിയായിട്ട്, അതിനാണ് നമ്മൾ യൂഷ്വലി ഫിഷർ എന്ന് പറയുന്നത്, മുറിഞ്ഞ് പൊട്ടുന്നതിന്. അത് എഗെയിൻ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണ് പൊട്ടുന്നത്. മലം മുറുകി പോകുന്ന ആൾക്കാർക്കാണ് അധികം ഉണ്ടാകുന്നത്. എസ്പെഷ്യലി മീറ്റ്, എഗ്, പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ കഴിക്കുന്നവർക്കാണ് യൂഷ്വലി ഫിഷറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ മെയിൻ കംപ്ലൈൻറ്റ് പെയിൻ ആയിരിക്കും. പൈൽസിനെ പോലെ ബ്ലീഡിങ് വളരെ ചെറുതായിരിക്കും. പൈൽസിൽ നമ്മൾ പെയിൻലെസ് ബ്ലീഡിംഗ് എന്ന് പറയുന്ന പോലെ ഇതിൽ പെയിൻഫുൾ ബ്ലീഡിംഗ് ആയിരിക്കും, വേദന ഉണ്ടായിട്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് ഫിഷറിൽ. ഫിസ്റ്റുല ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആണ്. അതൊരു ഇൻഫെക്ഷൻ, മലദ്വാരത്തിന് ചുറ്റും ഏനസിന് ചുറ്റും ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ചലം വെച്ചിട്ട് ആണ് യൂഷ്വലി ഫിസ്റ്റുല ഫോം ചെയ്യുന്നത്. അപ്പോൾ 3 വേറെ വേറെ അസുഖങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ രണ്ടിന്റെയും കാരണങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. ഫിസ്റ്റുല ഇൻഫെക്ഷൻ വന്നിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ 3 അസുഖങ്ങളിൽ ഒരു കോംപ്ലിക്കേഷൻ, ഒരു ലൈഫ് എൻഡേഞ്ചറിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷൻ ഏതായിരിക്കും ഈ 3 എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ? 3 ലൈഫ് എൻഡേഞ്ചർ ആയിട്ടുള്ള കാരണം അസുഖങ്ങളല്ല.
ഈ മൂന്നും ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, എസ്പെഷ്യലി ഹെമറോയിഡ്സും ഫിഷറും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഡയറക്ട്ലി റിലേറ്റഡ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനൊക്കെയാണ് കോൺസ്റ്റിപ്പേഷൻ. ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴാണ് അധികം ആൾക്കാർക്കും പൈൽസും ഫിഷറൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഫിസ്റ്റുല കുറച്ച് വേറെയാണ്. ഷുഗർ ഡയബറ്റിക്സിന് കുറച്ച് ചാൻസസ് അധികമാണ് ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട്. ചിലപ്പം കുറച്ച് ഹൈജീൻ ഒരു ഇഷ്യൂ ആണ്. നല്ല ഹൈജീൻ ഇല്ലാത്ത ആൾക്കാർക്കും ഫിസ്റ്റുല ഇൻഫെക്ഷൻ വന്ന് ഫിസ്റ്റുല ഫോം ചെയ്യും. ചിലപ്പോൾ ചൂട് അധികമുള്ളവർക്ക്, ചൂട് ഹോട്ട് ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ഫിസ്റ്റുല ഉണ്ടാവും. ഇതിൽ നമുക്ക് ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം ഇതുപോലെ അവിടെ ഹൈജീനിലെ പ്രശ്നങ്ങളും, അപ്പം അവിടെയുള്ള ഒരു ആനുലർ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മലദ്വാരത്തിന് ചുറ്റും ആനുലർ ഗ്ലാൻസിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൽ ആബ്സിസ് ആവും. പെരിയനൽ ആബ്സിസ് എന്ന് പറയുന്ന അസുഖം വരാം. അത് അവിടെ പഴുപ്പ് കെട്ടി നിന്നിട്ട്, അപ്പോൾ പഴുപ്പ് കെട്ടി നിന്നിട്ട് പലരും നമ്മുടെ അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ഡോക്ടർമാരെ കാണിക്കാൻ മടിക്കുകയും അത് തനിയെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. കാരണം ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ആ പഴുപ്പ് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. ആ പഴുപ്പ് പൊട്ടിയിട്ട് സ്കിന്നിൽ പൊട്ടുന്ന മാതിരി മലദ്വാരത്തിനകത്തേക്കും കൂടി പൊട്ടും. ആ പൊട്ടി അത് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് ഈ മലദ്വാരത്തിലേക്കും സ്കിന്നിലേക്കും കൂടി കണക്ഷൻ വരും. അതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് നമുക്ക് ഇനീഷ്യൽ തന്നെ ഡോക്ടർമാർ ഈ ഇങ്ങനെയുള്ള വേദനയുള്ള സമയത്ത് ഡോക്ടറെ കാണിച്ച് ആ പഴുപ്പ് കീറി കളയുകയാണെങ്കിൽ ചിലപ്പോൾ ഫിസ്റ്റുല വരാതെ ആകാം. അത് ഉണങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ പോകും. പക്ഷേ സ്വന്തമായി അത് പൊട്ടുമ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കും പൊട്ടും. നമ്മുടെ ഇൻസ്റ്റന്റ് ഡ്രെയിനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പഴുപ്പ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്തിട്ട് അത് ക്ലിയർ ആവും. പക്ഷേ അത് സ്വമേധയെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും പൊട്ടുമ്പോൾ അത് ഫിസ്റ്റുലായിട്ട് മാറും. അപ്പം നമുക്ക് ഫിസ്റ്റുല ഏർലി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആ ഫിസ്റ്റുല വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു ലൈഫ് എൻഡേഞ്ചറിങ് അല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ഏർലി ഡിറ്റക്ഷൻ പേഷ്യൻറ്റിൻ്റെ വക ചെയ്യാൻ പറ്റുന്ന ഡിറ്റക്ഷൻ വളരെ പരിമിതമാണ്. അവർക്കുള്ള അവയർനെസ് കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പെയിൻലെസ് ബ്ലീഡിങ് ആകുമ്പോൾ അവർക്ക് തന്നെ അത് അറിയുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണോ? ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ടുണ്ടോ? യൂഷ്വലി ഹെമറോയിഡ്സ് ഈ പൈൽസിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ മിക്ക ആൾക്കാരും പൈൽസ് ഉണ്ടായിട്ടും കാണിക്കാൻ മടിക്കുന്ന ആൾക്കാർ ഡോക്ടറെ അടുത്ത് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ചില ആൾക്കാർ. അതായത് മിക്ക ആൾക്കാരും ഡോക്ടറെ പൈൽസിനെ പറ്റി കാണിക്കുക, അതുവരെ ആരും കാണിക്കാറില്ല. സോ യൂഷ്വലി പൈൽസ് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് മെഡിസിനിലൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് കുറേ ആൾക്കാർ ഫൈനൽ സ്റ്റേജ് വരെ പറയാതെ പിന്നെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ പൈൽസൊക്കെ പുറത്ത് വന്ന് അതിൽ ബ്ലഡ് ക്ലോട്ടായി ത്രോംബോസ് ആയിട്ട് സിവിയർ പെയിൻ ഉണ്ടാവും ആൾക്കാർക്ക്. അങ്ങനെയുള്ള ടൈമിലൊക്കെ പിന്നെ അഡ്മിഷൻ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. പൈൽസ് തന്നെ 4 സ്റ്റേജാണ് നമ്മൾ പറയുക. ഫസ്റ്റ് സ്റ്റേജ് ഒരു ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് സ്റ്റേജിൽ അതിൽ നമ്മുടെ മലശയത്തിന് ഇത് എന്തെങ്കിലും സാധനങ്ങൾ തള്ളി വരുന്ന മാതിരി തോന്നും. തേർഡ് സ്റ്റേജിൽ നമുക്ക് ആ തള്ളി വരുന്ന സാധനങ്ങൾ പിന്നെ പേഷ്യൻ്റ് തള്ളിയിട്ട് ഉള്ളിലേക്ക് ആക്കേണ്ടി വരുന്ന സ്റ്റേജ് വരും. ഫോർത്ത് സ്റ്റേജിലാകുമ്പോൾ ഇത് പുറത്ത് തന്നെ വന്ന് നിൽക്കും. അതാണ് മെയിൻ സ്റ്റേജ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും നമുക്ക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എന്തായാലും അത് നമ്മുടെ സർജറി ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതൊരു ഏർലി ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും പേഷ്യൻ്റ് സെൽഫ് അസസ്മെൻറ്റ് പോലെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആൾക്ക് ഡോക്ടറിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന രീതിയിൽ സെൽഫ് അസസ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും? സെൽഫ് അസസ്മെന്റ് അങ്ങനെ ബേസിക്കലി ഒരു ഏനൽ റീജിയൻ ആയതുകൊണ്ട് പേഷ്യന്റ് സ്വന്തം അതൊരു എക്സാമിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ബ്ലീഡിങ് കാണുവാണെങ്കിൽ അവർ ആക്ച്വലി പേഷ്യന്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ബ്ലീഡിംഗ് ആണ്. മിക്ക ആൾക്കാർക്കും 90% ഓഫ് പീപ്പിൾ ദേ ഹാവ് ബ്ലീഡിങ്. സോ അത് ആ ചിലപ്പോൾ ബ്ലീഡിങ് ഒരു ദിവസം മാത്രമായിരിക്കും, ചിലപ്പോൾ പിന്നെ കുറച്ച് കാലം ചിലപ്പോൾ ഒരു 2-3 മന്ത്സ് ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യും, ആ ഒരു ദിവസത്തെ ബ്ലീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നേരത്തെ വന്ന് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെഡിസിനിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മെഡിസിനിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ മുന്നേ പറഞ്ഞു ചില ജോലികൾ ചെയ്യുന്നവർ, ഇപ്പോൾ ചൂടുള്ള എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർ, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു എർഗണോമിക് ഒരു മോഡിഫിക്കേഷൻ എന്തായിരിക്കും? ഇവരെന്തൊക്കെ മോഡിഫൈ ചെയ്യണത് വരാതിരിക്കും പ്രിവെൻറ്റീവായിട്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ? ഫിസ്റ്റുലയിൽ ആണ് ഇതുപോലത്തെ ഹോട്ട്
ക്ലൈമറ്റിലൊക്കെ ഉണ്ടാവുന്നത്. ബേസിക്കലി ഹൈജീൻ നന്നായി മാനേജ് ചെയ്യുക, നല്ല ഒരു ക്ലീൻ ഹൈജീനായിട്ട് വെക്കുക. പിന്നെ ഡയബറ്റിക്സിനൊക്കെയാണ് യൂഷ്വലി ചാൻസസ് കുറച്ചും കൂടി അധികം വരാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിട്ടൊന്നുമില്ല, ഡയബറ്റീസ് ഹൈജീൻ ഫോളോ ചെയ്യാം. പിന്നെ ഫുഡില് നമുക്ക് ശ്രദ്ധിക്കാൻ അത് പറ്റും. നമുക്ക് ഇതിന് മാത്രമാണ്. പൈൽസും പിന്നെ ഫിഷറിനാണ് നമ്മുടെ ഫുഡിലെ മോഡിഫിക്കേഷൻ വേണ്ടത്. ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കാം, മീറ്റ് പിന്നെ എഗ്ഗൊക്കെ കഴിയുന്നത്ര നമുക്ക് ഏർലി സിംറ്റംസ് വരുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാം. പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക. പിന്നെ ഈ ഫിഷർ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടുവരുന്നത് പ്രസവിച്ച ഉടനെയുള്ള സ്ത്രീകൾക്കാണ്. അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചാൻസ് കൂടുതലുണ്ട് അതിൽ. കാരണം വെച്ചാൽ അവർ പ്രസവിച്ച് കഴിഞ്ഞാൽ ചില നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പ്രസവിച്ച് കഴിഞ്ഞാൽ വയറുവെക്കും, ഇതുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് പിന്നെ വരുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ഫിഷർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാരണം അവർക്ക് പിന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള ലേഹ്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഈ ലേഹ്യങ്ങൾ കഴിക്കുമ്പോഴും ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അതും ഒരു ഫിഷർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ അവിടെ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? അങ്ങനെ അവിടെ നോർമൽ ഡെലിവറിയിൽ അതും പറയാറുണ്ട്. യൂഷ്വൽ ഡെലിവറിയിൽ കുട്ടിയുടെ തല പുറത്ത് വരുന്ന സമയത്ത് അവിടെ പ്രഷർ വീണിട്ട് പൊട്ടൽ വരാറുണ്ട്. അതും ഒരു ഫിഷറിന് ഒരു റീസണാണ്. പിന്നെ കുറേ പേർക്ക് സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്ത് അവർക്ക് സഫർ ഫ്രം കോൺസ്റ്റിപ്പേഷൻ, പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഒരുപാട് ആൾക്കാർക്ക് ആ സമയത്ത് ചെറിയ പൈൽസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവും. അത് പിന്നെ അവർ അപ്പം പ്രഗ്നൻസി കഴിയുമ്പോൾ കുറച്ച് റിഗ്രസ് ചെയ്യും, കുറച്ച് കുറയാറുണ്ട്. ബട്ട് ഇവൻച്വലി അത് കുറച്ച് കാലം കഴിയുമ്പോൾ പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ഈ പറഞ്ഞ പോലെ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിലോട്ട് വരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ 3 കണ്ടീഷൻസിൻ്റെ മാനേജ്മെൻറ്റ്, സർജറി, മെഡിസിൻ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിനൊന്നും കൂടി പറയാനുണ്ട്. എല്ലാ ബ്ലീഡിങ്ങും ഇത് ചിലപ്പം ഫിഷറും അല്ലെങ്കിൽ പൈൽസും ആയിരിക്കില്ല. നമ്മുടെ പിന്നെ മലാശയത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ GIT-യിലെ ക്യാൻസർ കൊണ്ടും ബ്ലീഡിങ് വരാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതും കൂടി റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഇത് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ക്യാൻസർ ആണോ അതോ ഇങ്ങനെ മാനേജബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ അത് എത്രത്തോളം ഏത് സ്റ്റേജ് വരെയാണ് നമുക്ക് മാനേജബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കിതിന് ഒരു പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഏത് സ്റ്റേജിലായിരിക്കും? ക്യാൻസറിൽ ഡയഗ്നോസിസ് കണ്ടുപിടിക്കാന്നുള്ളത് ടെസ്റ്റ് വേറെയാണ്. കൊളോണോസ്കോപ്പി അങ്ങനത്തെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അങ്ങനെ ഡൗട്ട്ഫുൾ ലീഷൻസോ അല്ല അങ്ങനെ കൊളോണോസ്കോപ്പിയിൽ കാണുകയാണെങ്കിൽ അവർ യൂഷ്വലി ബയോപ്സി എടുക്കും. എന്തെങ്കിലും അതിൽ ക്യാൻസറസ് ആയിട്ടൊന്ന് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ ക്യാൻസറസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യും. CT സ്കാൻ ചെയ്യണം. പിന്നെ ഒരു സ്റ്റേജ് അനുസരിച്ചായിരിക്കും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഡോക്ടേഴ്സ് പറയുന്ന ടെസ്റ്റ് ഫോളോ ചെയ്യണം, എന്നാലേ നമുക്ക് അത് ഡിഫറൻഷ്യലി ഡയഗ്നോസ്. കാരണം ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഡോക്ടർ കുറേ സ്കാനുകൾ എഴുതി തന്നു, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇത് ഇതാണെന്ന് അറിയില്ലേ, നമുക്കറിയാലോ, ഡോക്ടർക്ക് അറിയില്ലേ, ഇങ്ങനെയുള്ള രീതിയിലാണ് ആൾക്കാർ പലപ്പോഴും ടെസ്റ്റുകൾ ചെയ്യാൻ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പറയാറുണ്ട്. സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെയും പിന്നെ ഒരു വിചാരം നമ്മുടെ ബ്ലീഡിങ് ഉള്ളത് ചിലപ്പോൾ പിന്നെ പൈൽസ് ആണ്. കാരണം എല്ലാവരും നമ്മൾ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ വന്നിട്ട് പറയും എന്താ അസുഖം എന്ന് ചോദിച്ചാൽ പൈൽസ് എന്നാണ് പറയുക. മാത്രമല്ല ബ്ലീഡിങ് ചിലപ്പോൾ ക്യാൻസർ കൊണ്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ അത് അവർ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസർ വീണ്ടും പിന്നെ വലുതായിട്ട് ചികിത്സിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ബ്ലീഡിങ്ങും പൈൽസ് അല്ല എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്യാൻസറിന്റെ ബ്ലീഡിങ്ങും പെയിൻലെസ് തന്നെയായിരിക്കും പൈൽസിലെ പോലെ തന്നെ? യൂഷ്വലി കുറച്ചും കൂടി നമ്മൾ അധികം കണ്ടുവരുന്നത് കുറച്ചും കൂടി ഏജ്ഡ് ആകുമ്പോഴാണ്. ഏജ്ഡ് ആയ ആൾക്കാർ ഇപ്പോൾ 50-60 അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂലി ഓൺസെറ്റ് പുതുതായി സ്റ്റാർട്ട് ചെയ്ത ബ്ലീഡിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. പൈൽസ് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും അതിന് കാരണം ഉണ്ടോ എന്ന് കുറച്ചും കൂടി പേഷ്യൻറ്റിനോട് സംസാരിച്ച് അവർ എന്ത് ടൈപ്പ് ബ്ലീഡിങ് ആണ് ഉണ്ടാകുന്നത് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചിലപ്പം എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട് ചില പേഷ്യൻസിൽ. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊളോണോസ്കോപ്പി, CT അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതേപോലെ മടിച്ചു നിന്ന് പിന്നെ അതൊരു ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്ന ഒരു പേഷ്യൻ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു? ഇത് പറഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പൈൽസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഇരുന്നിട്ടുണ്ട്.
കുറേ ആൾക്കാർക്ക് ഈ മലദ്വാരത്തിൽ നിന്ന് ഈ തള്ളി വരുന്നത് വലിയ ഇഷ്യൂ ആയിട്ട് അവർ കാണാറില്ല. ബ്ലീഡിങ് വരുമ്പോൾ മാത്രമേ അവർ ഡോക്ടറെ കാണാറുള്ളൂ. സോ ബ്ലീഡിങ് ഇല്ലാത്തതുകൊണ്ട് ഇവർ അതിനെപ്പറ്റി ഒന്നും ചെയ്യില്ല. സോ ഇവൻച്വലി അത് 3rd സ്റ്റേജിൽ നിന്ന് 4th സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ത്രോംബോസിസ് അടിക്കുമ്പോൾ വരുമ്പോൾ സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതൊരു 4th സ്റ്റേജിലായി ത്രോംബോസിസ്, ചിലർക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ, ഇങ്ങനത്തെ സ്റ്റേജിലാണ്. അപ്പോൾ ഇതേ സെയിം പേഷ്യൻസ് കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ഒരു ഈ സ്റ്റേജിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ കുറേ പേഷ്യൻ്റ് നമുക്ക് വരുന്നത് പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും, അതുപോലെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കിതപ്പ് എന്നിവരാണ് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, ബ്ലഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. 3-4 ഹീമോഗ്ലോബിൻ്റെ ആൾക്കാർ വന്നിട്ട് നമുക്ക് പിന്നെ അവർക്ക് പെട്ടെന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അവരെ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് അവരുടെ ഹീമോഗ്ലോബിൻ നേരെ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പൈൽസിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെയുള്ള ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് എപ്പോഴും വരാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം മാനേജ്മെന്റ്, അതിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ മാനേജ്മെന്റിലോട്ട് പോകുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും സർജറി തന്നെ ആവശ്യമുണ്ട്, മരുന്നുകൊണ്ട് അത് ഒതുങ്ങില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എങ്ങനെയാണ് സർജറീൻ്റെ ഓപ്ഷൻ ആണോ നല്ലത് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഹെമറോയിഡ്സ്, അതായത് പൈൽസിനെ നമ്മൾ 1st സ്റ്റേജ് 2nd സ്റ്റേജ് പറഞ്ഞു. 1st സ്റ്റേജ് 2nd സ്റ്റേജിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് ഒരു പരിധിവരെ ചികിത്സിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ സാധാരണ സർജറി സജസ്റ്റ് ചെയ്യാറ്. ഫിഷറിന്റെ കാര്യത്തിൽ പറഞ്ഞാലും ഫിഷറിൽ നമ്മുടെ ഇനീഷ്യലൊക്കെ നമ്മുടെ ചില ആൾക്കാർക്ക് പിന്നെ മെഡിക്കൽ മാനേജ്മെന്റിലൂടെ ചികിത്സിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. അത് പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ഡയറ്റ് മോഡിഫിക്കേഷൻ, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഓയിൻമെന്റുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിറ്റ്സ് ബാത്ത്. നമ്മുടെ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പുവെള്ളത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, സിറ്റ്സ് ബാത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ കൊണ്ട് ഒരു പരിധിവരെ നമ്മൾ ചില പേഷ്യന്റിന് നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ചികിത്സിച്ചാലും ഈ ഫിഷറിന്റെ അസുഖങ്ങൾ പിന്നെ വീണ്ടും അവരുടെ ആ സമയത്തൊക്കെ മാറുമെങ്കിലും അവരുടെ ഡയറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാറും, വീണ്ടും അത് ഫിഷർ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ റെക്കറന്റ് ആയിട്ട് വരുമ്പോഴേ നമ്മൾ വീണ്ടും സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില ആൾക്കാരുടെ അക്യൂട്ട് ഫിഷർ നല്ല പെട്ടെന്ന് ഭയങ്കര സിവിയർ ആയിട്ട് പെയിനും വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഒരു ഫിഷറിന്റെ ഒരു പിന്നെ സ്വിങ്ക്ട്രോട്ടമി എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടും. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് നമ്മളോട് അനുഭവം നമ്മൾ പറയാറുണ്ട്. ഇത്രയും കാലം ഞാൻ വെറുതെ എന്തിനാണ് ഇത് സഹിച്ചിരുന്നത്, ഇത് നേരത്തെ ഓപ്പറേഷൻ ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഈ ചെയ്ത സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരുന്നു പ്രൊസീജിയർ? സ്വിങ്ക്ട്രോട്ടമി. അത് വൺ ഡേ പ്രൊസീജിയർ ആണോ അതോ OP പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വൺ ഡേ പ്രൊസീജിയർ, ജസ്റ്റ് വൺ ഡേ അഡ്മിഷൻ ഇതിന് വേണ്ടി വരും. ഏതൊക്കെ കണ്ടീഷൻസിന് അത് എങ്ങനെ ഇത് ഫിഷർ എന്ന് പറയുന്ന അസുഖത്തിന് ചെയ്യാനായിട്ട് പറ്റും? അത് ഏത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലെത്തിയാലും അല്ല, ഫിഷറിന് അങ്ങനെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിവിയർ പെയിൻ ആണ്. പേഷ്യൻസിന് ചിലപ്പം പെയിൻ കാരണം 2-3 ദിവസം വരെ ഒട്ടും മോഷൻ പാസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ടോയ്ലറ്റിലേക്ക് പോകാനേ പറ്റാതെ സിവിയർ പെയിൻ ആയിട്ടുള്ള ആൾക്കാർ, അതാണ് അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത്. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പിന്നെ അത്രയും സിവിയർ പെയിൻ ആയതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കില്ല, അപ്പോൾ വീണ്ടും കോൺസ്റ്റിപ്പേഷൻ കൂടും, അപ്പം ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും. ചില ആൾക്കാർ പിന്നെ ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ജസ്റ്റ് പിന്നെ സർജറി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് റിലീഫ് കിട്ടും. ആ ഒരു ദിവസം തന്നെ അവർക്ക് റിലീഫ് കിട്ടും, അവർക്കുള്ള പെയിൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഫിഷർ അങ്ങനെ നിന്നാൽ അത് വേറെ എന്തെങ്കിലും സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് ഇല്ല? അങ്ങനെ ബ്ലീഡിങ് വന്ന് അവിടെ ഒരു പെയിൻഫുൾ ഒരു സ്കാർ അങ്ങനെ ആയിട്ട് നിൽക്കുകയാണോ? അത് ഫിഷറിൽ എന്താ ഉണ്ടാവുന്നത് പിന്നെ കോംപ്ലിക്കേഷൻ? ഫിഷറിൽ സാർ പറഞ്ഞ പോലെ ഒന്ന് അക്യൂട്ട് ഫിഷറാണ്, സഡൻ ആയിട്ട് സിവിയർ പെയിൻ വരുന്നത്. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ മെഡിസിൻ, ഇതിന് ഓയിൻമെൻറ്റും ടാബ്ലറ്റ് സിറപ്പൊക്കെ ഉണ്ട് സിറ്റ്സ് ബാത്ത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് നല്ല റിലീഫ് ഉണ്ടാവലുണ്ട് ഇനീഷ്യൽ സ്റ്റേജസ്. അപ്പോൾ ഈ ആൾക്കാർ റിക്കറൻ്റ് ആയിട്ട് ഇതേ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടുണ്ടാവും. അതായത് പിന്നെയും സാർ പറഞ്ഞ പോലെ അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇത് മറക്കും, പിന്നെ വീണ്ടും ഡയറ്റൊക്കെ മാറും, പിന്നെ വീണ്ടും കുറച്ച് പെയിൻ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ക്രോണിക് ഫിഷറായി മാറും. അതായത് കുറേ കാലമായിട്ട് ഉണ്ടായതിനാണ് ക്രോണിക്. അപ്പോൾ ക്രോണിക് ഫിഷറായി മാറും. ക്രോണിക് ഫിഷർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിസിൻ്റെ ഉള്ള എഫക്റ്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഇനീഷ്യലി കിട്ടിയ ആ ഒരു റിലീഫ് ചിലപ്പം കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അക്യൂട്ട് ആണ് ക്രോണിക് ഫിഷർ. അതായത് ക്രോണിക് ഫിഷറിൽ സഡൻ ആയിട്ട് പിന്നെയും പെയിൻ വരാം, അക്യൂട്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ സർജറിയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ.
അപ്പം സർജിക്കൽ മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ ഏത് അസുഖത്തിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടോ ഇതിൽ? ഫിഷർ തന്നെയാണ്. ഫിഷർ തന്നെയാണ്. പൈൽസിന് സർജറി ചെയ്യാം. അപ്പോൾ ഞാൻ സാർ പറഞ്ഞ പോലെ ഒരു പേഷ്യന്റ് വരുന്ന ഹീമോഗ്ലോബിൻ നല്ല കുറവായിട്ട് ബ്ലീഡിങ് ആയിട്ട്, കാരണം നേരത്തെ പറഞ്ഞ പോലെ പൈൽസിൽ യൂഷ്വലി പെയിൻലെസ് ബ്ലീഡിങ് ആണ്. അപ്പോൾ ആൾക്കാർ വേദന ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെസ്റ്റേൺ ക്ലാസ്സിൽ ആയതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ബ്ലീഡിങ് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സിലാവുന്നതായിരിക്കും. അതിപ്പോൾ വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഹീമോഗ്ലോബിൻ അങ്ങനത്തെ ആൾക്കാർക്ക് ഈവൻ ചെറിയ സെക്കൻഡ് ഡിഗ്രി പൈൽസ് ആണെങ്കിൽ പോലും നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഇവർ സർജറി ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ആൾക്കാർക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറയും. കാരണം ബ്ലഡ് ഒരു ഹീമോഗ്ലോബിൻ കറക്ഷൻ ചെയ്തതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയിൽ തന്നെ സർജറിയും കൂടി നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഫിസ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മാനേജ്മെന്റ്, ഫിസ്റ്റുല മാനേജ്മെന്റ്? ഫിസ്റ്റിലയിൽ സിമ്പിൾ ഫിസ്റ്റിലാണ്, കോംപ്ലിക്കേറ്റഡ് ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഫിസ്റ്റില നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ വീണ്ടും അത് ഇൻഫെക്ഷൻ വന്ന് പൊട്ടി വന്നിട്ട് പിന്നെ നമ്മുടെ സിമ്പിൾ ഫിഷറിൽ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തേക്ക് സ്കിന്നിലേക്ക്. ഈ കോംപ്ലക്സ് ഫിഷർ ആവുന്ന സമയത്ത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് ആയിട്ട് വരും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിമ്പിൾ ഫിസ്റ്റിലാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള ചെറിയ ഫിസ്റ്റിലക്ടമി അല്ലെങ്കിൽ ഫിസ്റ്റിലോട്ടമി എന്ന് പറയുന്ന ഓപ്പറേഷനുകൾ ചെയ്താലും മാറാൻ വേണ്ടി പറ്റും. കോംപ്ലിക്കേറ്റഡ് ഫിസ്റ്റിലാവുന്ന സമയത്ത് പിന്നെ അപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിൽ ഫിസ്റ്റിലേക്ക് പിന്നെ ഫിസ്റ്റിലക്ടമി അതുമാതിരി ലേസർ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിസ്റ്റിലേക്കും അതുപോലെ ഹെമറോയിഡ്സിനും പിന്നെ ഫിഷറിനും കൂടി വന്നിട്ടുണ്ട്. ലേസർ ടെക്നോളജിയും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട്, അപ്പോൾ ഇപ്പോൾ പുതുതായിട്ടുള്ള അപ്രോച്ചസും അങ്ങനെയുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് ആണ്. ഫിസ്റ്റിലേക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് കമ്പയർ ടു പൈൽസ് ആൻഡ് ഫിഷർ കമ്പയർ ചെയ്യുമ്പോൾ ഫിസ്റ്റിലേക്ക് റിക്കറൻസ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഓൾമോസ്റ്റ് 30-40% റിക്കറൻസ്. അതായത് നമ്മൾ ഫിസ്റ്റിലേക്ക് സർജറി ചെയ്താലും വീണ്ടും റിക്കറൻസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ജനറലി നമ്മൾ പേഷ്യൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് സർജറി ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ റിക്കറൻസ് റേറ്റ് ഹൈ ആണെന്ന് വന്നിട്ട്. ഒരുപാട് ആൾക്കാർക്ക് ക്യൂർ ആവാറുണ്ട്, ബട്ട് എന്നാലും 30-40% ആൾക്കാർക്ക് റിക്കറൻസ് വരാറുണ്ട്. ഇപ്പോൾ അവൈലബിൾ ഓപ്ഷൻസിൽ ലേസർ ഈസ് എ ഗുഡ് ഓപ്ഷൻ. പേഷ്യൻസ് യൂഷ്വലി ഒരു 1 day സ്റ്റേ ആണ്, വലിയ മുറിയൊന്നും ഉണ്ടാവില്ല. ഈവൻ ലേസറിൽ റിക്കറൻസ് റേറ്റ്സ് ഉണ്ട്. ബട്ട് സർജറിയിൽ കമ്പയർ ചെയ്യുമ്പോൾ പേഷ്യൻസിന് സഫറിങ് കുറച്ചും കൂടി കുറവാണ്. വലിയ വൂണ്ടൊന്നും മുറിയൊന്നും ഉണ്ടാവില്ല, ഡ്രസ്സിങ്സിന്റെ ആവശ്യം വരാറില്ല ലേസർ ചെയ്യുമ്പോൾ. ഒക്കെയാണ് ലേസറിന് ഇപ്പോഴത്തെ ലേസർ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഇപ്പം ഉണ്ട്. കാരണം കുറേ പൊതുവെ എല്ലാവരും കുറേ ജോലി ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ടുകൾ വരാറില്ല. അപ്പോൾ ഒരു ജോലി ലീവ് വാങ്ങേണ്ടി വരും, ലീവ് എടുത്ത് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം ഇല്ല. 1 day പ്രൊസീജിയേഴ്സ്. ഓക്കെ. അപ്പോൾ ഒരാൾ ഇപ്പം സർജറി കഴിഞ്ഞിട്ടൊരു ഡേ ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ സർജറി ടൈം കഴിഞ്ഞ് കുറച്ച് നേരം ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഫിസ്റ്റിലേക്ക് യൂഷ്വലി ഡേ പ്രൊസീജിയർ ആയിട്ടാണ് മിക്ക സെൻറ്റേഴ്സിലും ചെയ്യുന്നത്. മോർണിംഗ് അഡ്മിറ്റ് ആയിട്ട് യൂഷ്വലി ഈവനിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് പേഷ്യൻ്റ് യൂഷ്വലി നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. വലിയ മുറിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സർജറി ലേസർ ചെയ്ത് കഴിഞ്ഞാലും ഡ്രസ്സിങ്സിൻ്റെ ആവശ്യം അല്ലെങ്കിൽ റെഗുലർ ഫോളോ അപ്പ് അവർ ഡോക്ടർ പറയുന്ന ആ ഒരു ഫോളോ അപ്പിന് മാത്രമേ അവർ പോകേണ്ട ആവശ്യമുള്ളൂ. ട്രഡീഷണൽ സർജറീസിൽ ഫിസ്റ്റുലയിൽ ഒരു വലിയ മുറി ഉണ്ടാവും, പിന്നെ ഡെയിലി ഡ്രസ്സിങ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഒരുപാട് ലീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ലീവ് എടുക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട്. പിന്നെ ഹെമറോയിഡ്സിനും അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷണൽ ഹെമറോയിഡക്ടമി ഉണ്ട്. അത് നമ്മുടെ ഓപ്പൺ ഹെമറോയിഡക്ടമി എന്ന് പറയും. അതിന് ഹോസ്പിറ്റൽ സ്റ്റേ കുറച്ച് കൂടുതൽ വേണ്ടി വരും. പിന്നെ ഇപ്പോൾ സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള ഒരു പിന്നെ സംവിധാനം കൂടി വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേയും കുറവാണ്, പിന്നെ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്സിലുള്ള പെയിനും വളരെ കുറവായിരിക്കും. അങ്ങനെ അത് നമ്മുടെ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം പുതിയതായിട്ട് വന്ന ഇതാണ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി ട്രീറ്റ്മെൻറ്റ്. ലേസർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് പൈൽസിനും അവൈലബിൾ ആണ്. ഇതിനും ഇറ്റ് ഈസ് ഓൾസോ ഡേ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഗ്രേഡ് 3 സ്റ്റേജ് 3 വരെ നമുക്ക് സ്റ്റേജ് 4 വരെ ചെയ്യാം. ബട്ട് സ്റ്റേജ് 3 അപ് ടു സ്റ്റേജ് 3 വി ഹാവ് ഗുഡ് റിസൾട്ട് ഇൻ ലേസേഴ്സ് ഫോർ പൈൽസിന്. അപ്പോൾ പൈൽസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും. ഓക്കെ.